തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രസംഗമാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇന്ദിരാഗാന്ധിയെയും നെൽസൺ മണ്ടേലയെയും ഷെയ്ഖിസയെയും അതോടൊപ്പം തന്നെ കോഫി അന്നനെയൊക്കെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരിക്കുമ്പോൾ ഇവരൊക്കെ അടക്കമുള്ള ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് എനിക്ക് പറയാൻ. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ബഹറിലെ യൂസഫ് അലിയുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ, അൺഒഫീഷ്യൽ അംബാസിഡർ എന്ന് അദ്ദേഹം ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ വേദിയിൽ വെച്ച് ശ്രീ സോമൻ ബേബിയെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അവൾ പറഞ്ഞിട്ടുള്ള കാര്യം വർഷങ്ങൾക്ക് മുമ്പ് 2002 മറ്റോ ആണത്. ആ കാര്യം ഇന്നും മനസ്സിൽ ഓർമ്മയുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു മനുഷ്യനെ നമുക്ക് ഇന്ന് ഇവിടെ ചീഫ് ഗസ്റ്റായി കിട്ടി എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം നമ്മളോടിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് പോകുന്നത്. വീണ്ടും അദ്ദേഹം ഈ വേദിയിൽ വരും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ വലിയ സാന്നിധ്യത്തെ, ഈ സാമീപ്യത്തെ ഞങ്ങൾക്കുള്ള അങ്ങേയറ്റത്തെ അകമഴിഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി BMCയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരം ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ എന്ന രീതിയിൽ ഒരു മൊമെൻറ്റോ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയാണ്.